ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് അസൈൻമെൻറ്റ്സിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഇൻട്രാക്റ്റീവ് റാസ്റ്റർ സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ആർക്കിടെക്ചർ ഓഫ് സിമ്പിൾ റാസ്റ്റർ ഗ്രാഫിക് സിസ്റ്റം ആണ്. ഇവിടെ CPU കൂടെ തന്നെ ഒരു സ്പെഷ്യൽ പ്രോസസ്സർ ഉണ്ടാവും. ആ പ്രോസസ്സറിൻ്റെ പേരാണ് വീഡിയോ കൺട്രോളർ അല്ലെങ്കിൽ ഡിസ്പ്ലേ കൺട്രോളർ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ഡിസ്പ്ലേ ഡിവൈസസ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഫ്രെയിം ബഫർ സിസ്റ്റം മെമ്മറിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഫ്രെയിം ബഫർ കിടക്കുന്നത്. ആൻഡ് വീഡിയോ കൺട്രോളർ വിൽ ഹാവ് ആക്സസ് ടു ദിസ് ഫ്രെയിം ബഫർ ടു റിഫ്രഷ് ദ സ്ക്രീൻ. സോ ഇൻ അഡീഷൻ ടു വീഡിയോ കൺട്രോളർ, more sophisticated raster system will employ some processors as co-processors and accelerator to implement for many graphics operations. ഇനി വേറൊരു ആർക്കിടെക്ചറും കൂടി ഉണ്ട് നമ്മുടെ റാസ്റ്റർ സിസ്റ്റമിന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സിസ്റ്റം മെമ്മറിയുടെ ഒരു ഫിക്സഡ് പോർഷൻ ഫ്രെയിം ബഫറിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ കോമൺലി യൂസ്ഡ് ഓർഗനൈസേഷൻ ഓഫ് ദ റാസ്റ്റർ സിസ്റ്റം. അപ്പോൾ വീഡിയോ കൺട്രോളറിന് ഡയറക്റ്റ് ആക്സസ് ഉണ്ടാവും ഫ്രെയിം ബഫറിലേക്ക്. സോ വേർഡ്സിൽ പറയുകയാണെങ്കിൽ എ ഫിക്സ്ഡ് ഏരിയ ഓഫ് ദ സിസ്റ്റം മെമ്മറി ഇസ് റിസർവ്ഡ് ഫോർ ദ ഫ്രെയിം ബഫർ ആൻഡ് ദ വീഡിയോ കൺട്രോളർ ഗിവ്സ് ഡയറക്റ്റ് ആക്സസ് ടു ദ ഫ്രെയിം ബഫർ മെമ്മറി. ദ ഫ്രെയിം ബഫർ ഇസ് എ മെമ്മറി ഏരിയ വേർ യുവർ പിക്സൽ പൊസിഷൻ ഇസ് സ്റ്റോർഡ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. Video controller is a special type of processor which displays the image. The frame buffer location and the corresponding screen position are referenced in Cartesian coordinate. In graphics monitor of the TV, origin is the lower left corner where the screen surface is in the first quadrant. Positive X value increases towards the right and positive Y value increases from bottom to top. സാധാരണ നമ്മൾ XY ആക്സിസ് വരയ്ക്കുന്ന പോലെ. പക്ഷേ PC-യിൽ വരുമ്പോൾ ദ കോർഡിനേറ്റ് ഒറിജിൻ ഇറ്റ് ഇസ് അറ്റ് ദ അപ്പർ ലെഫ്റ്റ് കോർണർ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് റാസ്റ്റർ സ്കാനും റാൻഡം സ്കാനും പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കോർഡിനേറ്റ് ഒറിജിൻ ഇസ് അറ്റ് ദ അപ്പർ ലെഫ്റ്റ് കോർണർ. സ്കാൻ ലൈൻ ആർ ദെൻ ലേബിൾഡ് ഫ്രം Ymax at the top of the screen to 0 at the bottom of the screen. Then 0 to Xmax towards the right. ഈ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വീഡിയോ കൺട്രോളറിൻ്റെ റിഫ്രഷ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എക്സ് രജിസ്റ്ററും ഉണ്ട്, വൈ രജിസ്റ്ററും ഉണ്ട്. എക്സ് രജിസ്റ്റർ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്ന എക്സ് ആക്സിസിൻ്റെ വാല്യൂ, വൈ രജിസ്റ്ററിൽ വൈ ആക്സിസിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. Two registers are used to store the coordinate of the screen pixel. X register and Y register. Okay, നമ്മൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. വൈയുടെ വാല്യൂ എന്തായിരിക്കും? Y will be its maximum value. Initially, X register is set to 0 and Y register is set to Ymax. The value stored in the frame buffer for this pixel position is then retrieved and is used to set the intensity of the CRT beam. So, intensity ആണ് നമ്മളിവിടെ ഔട്ട്പുട്ട് ചെയ്യുന്നത്. Then X register is incremented by 1. എന്നുവെച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ X registerൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് that is it will get incremented by 1. And the process is repeated for the next pixel on the top of scan line, and this procedure is repeated for each pixel along the scan line. At the last pixel on the top of the scan line has been processed, then X register വീണ്ടും 0 ആയി മാറും. എന്നുവെച്ചാൽ തിരിച്ച് സ്കാൻ ലൈൻ എങ്ങെടുത്തും തിരിച്ച് ലെഫ്റ്റ് ഭാഗത്തേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് രജിസ്റ്ററിന് വാല്യൂവിനെ 0 ആക്കി വെക്കണം. ആൻഡ് വൈ രജിസ്റ്റർ വിൽ ബി ഡിക്രിമെൻറ്റഡ് ബൈ 1. എന്ന് വെച്ചാൽ മേളിൽ നിന്ന് താഴത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈ രജിസ്റ്ററിനെ ഡിക്രിമെൻറ്റ് ചെയ്യണം ബൈ 1. The pixel along this scan line are then processed in turn and the procedure is repeated for each successive scan line. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ റാസ്റ്റർ സ്കാനും റാൻഡം സ്കാനും പഠിപ്പിച്ചപ്പോൾ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ സൈക്ലിംഗ് ത്രൂ ഓൾ ദ പിക്സൽസ് അലോങ് ദ ബോട്ടം സ്കാൻ ലൈൻ y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. വീഡിയോ കൺട്രോളർ റീസെറ്റ് ദ രജിസ്റ്റർ ടു ദ ഫസ്റ്റ് പിക്സൽ പൊസിഷൻ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്കാൻ ലൈൻ ആൻഡ് റിഫ്രഷ് പ്രോസസ് സ്റ്റാർട്ട്സ് ഓവർ. Since the screen must be refreshed at the rate of 60 frames per second, you cannot accommodate this by a simple RAM chip. Upper cycle time will be very slow. To speed up the pixel processing, video controller endu cheyum necha video controller can retrieve multiple pixel value from the refresh buffer on each pass.
The multiple pixel intensity are then stored in a separate register and used to control the CRT beam intensity for the group of adjacent pixel. When the group of pixel has been processed, the next block of pixels value is retrieved from the frame buffer. പിന്നെ video controller can retrieve pixel intensity from different memory areas on different refresh cycle. അതാണ് വീഡിയോ കൺട്രോളറിൻ്റെ ഒരു ഗുണം. ഇൻ ഹൈ ഡെഫിനീഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി സിസ്റ്റത്തിൽ 2 ഫ്രെയിം ബഫർ ആയിരിക്കും നമുക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഫ്രെയിം ബഫർ റിഫ്രഷിങ്ങിനെയും മറ്റേ ഫ്രെയിം ബഫറിൽ ഇൻറ്റൻസിറ്റി ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ ദിസ് 2 ബഫർ ക്യാൻ സ്വിച്ച് ദ റോൾ and this provides a fast mechanism for generating real-time animation. Since different views of moving object can be successively loaded into the refresh buffer and some transformation can be accomplished by the video controller, like area of the screen can be enlarged, ചെറുതാക്കുക, വലുതാക്കുക, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുക during the refresh cycle. Video controller often contains a lookup table so that the pixel values in the frame buffer are used to access the lookup table instead of controlling the CRT beam intensity directly, and this provides a fast method for changing the screen intensity values. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ പ്രോസസ്സർ. നമ്മൾ റാസ്റ്റർ സ്കാനിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ പ്രോസസ്സറും കൂടി അറ്റാച്ച് ചെയ്യാം. ഡിസ്പ്ലേ പ്രോസസ്സർ ഇവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിജിറ്റലൈസിങ് ദ പിക്ചർ ഡെഫിനിഷൻ ഗിവൺ ഇൻ ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ ടു സെറ്റ് ഓഫ് പിക്സൽ ഇൻറ്റൻസിറ്റി വാല്യൂസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് സ്കാൻ കൺവേർഷൻ അല്ലെങ്കിൽ വെക്ടർ ജനറേഷൻ എന്ന്. സോ ദ ആർക്കിടെക്ചർ ഓഫ് റാസ്റ്റർ സിസ്റ്റം വിത്ത് ഡിസ്പ്ലേ പ്രോസസ്സറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഡിസ്പ്ലേ പ്രോസസ്സർ മെമ്മറി ഉണ്ട്, അതേപോലെ ഡിസ്പ്ലേ പ്രോസസ്സറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആർക്കിടെക്ചറും കൂടി റാസ്റ്റർ സ്കാനിന് ഉണ്ടാകാം. നൗ ലെറ്റ് us check what are the functions of display processor. Display processor, it will generate various line styles like dashed lines, dotted lines, solid lines, etc. It display the color area. It also does transformation and manipulation. അത് മാത്രമല്ല, it is designed to interface between the interactive input device such as mouse. സോ ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ഇൻട്രാക്റ്റീവ് റാസ്റ്റർ സ്കാൻ സിസ്റ്റം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.